എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ ഓമയ്ക്ക കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ഞാനൊരു ഒരുമാതിരി വിളഞ്ഞൊരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. അതിന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ. ഇച്ചിരി വറുത്തിടാനും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5-8 വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, അതിൻ്റെ കൂടെ അരയ്ക്കാൻ നല്ല മുളക് കൂടി ഇച്ചിരി അരയ്ക്കുകയാണ് അതിൻ്റെ കൂടെ. ഇനി ഈ ഓമയ്ക്ക ചെത്തി കണ്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. ഓമയ്ക്ക ഞാൻ ചെത്തി കഴുകി ഇതുപോലെ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിനകത്തോട്ടിട്ട് വേവിക്കാൻ പോവാണ്. കുക്കറിനകത്തോട്ടിട്ട് ഇനി വേവിക്കാൻ പോവാണ്. ഇതിനാവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ശരിക്കും ആവശ്യത്തിനുള്ള ഉപ്പ്, രണ്ട് കരിയാപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്. ഇതെല്ലാം ആവശ്യത്തിന് ചേർത്ത് കുക്കറിനകത്ത് വെച്ച് ഇനി വേവിക്കാൻ ഒരു 3-4 വിസിൽ വരുന്നവരെ വെക്കുക. 3-4 വിസിൽ വന്നു കഴിഞ്ഞിട്ട് ആവി വന്നു കഴിയുമ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് വെന്തെടുക്കുകയാണ്. കുക്കറിൽ അരിശ്ശേരിക്ക് വേണ്ട തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും നല്ല മുളകും എല്ലാം കൂടെ അരച്ച് നല്ലപോലെ പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാൻ പോവാണ്. വെളുത്തുള്ളി, ജീരകം, തേങ്ങ, നല്ല മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എരിശ്ശേരിക്ക്. ഗ്യാസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ മാറാൻ നല്ലതാണ് നല്ല മുളക്. എരിശ്ശേരിക്കുള്ള ഓമയ്ക്ക കുക്കറിനകത്ത് 3-4 വിസിലടിച്ച് കഴിയുമ്പോൾ വരുന്നു. ഇനി ഇതിനകത്തിലൊക്കെ അരപ്പ് ചേർക്കാൻ പോവാണ്. നല്ലപോലെ ഇങ്ങനെ ഉടയണം എരിശ്ശേരിക്ക്. കഷ്ണം ഒട്ടും കിടക്കുക ഉടച്ചെടുക്കണം. അരപ്പ് അങ്ങോട്ട് ചേർക്കുകയാണ്. അരപ്പ് ചേർത്തിന് ശകലം കൂടെ വെള്ളം കൂടെ ചേർക്കുന്നതിനകത്ത്. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കണം. തിളച്ചിട്ട് കുറുകെ വേണം എരിശ്ശേരി ഇരിക്കണം. ഇത്രയും കൂടെ വെള്ളം ഞാൻ ഒഴിക്കുകയാണ് എരിശ്ശേരിക്ക്. ഇത് തിളയ്ക്കുമ്പോൾ അനുസരിച്ച് കുറുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ഏറെ വെള്ളം ചേർക്കുന്നേ ഉള്ളൂ. വെള്ളം ചേർക്കണം, ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാം നമുക്ക്. ഇപ്പം തന്നെ ഉണ്ടോ കുറുകിയിരിക്കുന്ന എരിശ്ശേരി. ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാം. ഇച്ചിരി കൂടെ വെള്ളം ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ തിളയ്ക്കുമ്പോൾ ഒന്നുകൂടെ കുറുകും. ഇനി എരിശ്ശേരി ഒന്ന് തിളക്കണ്ടേ. നമ്മൾ ആ ചേർത്ത വെള്ളവും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് വേവണം. അതിന് വേണ്ടി ഒന്നുകൂടെ തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിനകത്തിൽ തേങ്ങയൊക്കെ വറുത്തിടണം. കടുക് വറുത്ത് ചേർക്കണം. ശരി പരുവമായി വരികയാണ്. ഇനി ഇങ്ങനെ കുറുകിയിരിക്കണം ശരി. ഇനി ഇതിനകത്തിലോട്ട് തേങ്ങയും വറുത്തിട്ട് കടുകും താളിക്കാൻ പോവാണ്, ഒഴിക്കാൻ പോവാണ്. നമുക്ക് വറുത്തിടണം. അതിനകത്തിൽ തേങ്ങ വറുക്കാൻ പോകുന്നത്. തേങ്ങ നല്ലപോലെ ചുമക്ക് നോക്കണം. കരിഞ്ഞു പോകരുത്. കരിയാതെ ചെറിയ തീയിലിട്ട് ചുമന്നിരിക്കണം തേങ്ങ വറുത്തെടുക്കുന്നത്. പോകണം. വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കുമൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് എല്ലാം കുറേശ്ശേ ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പോൾ ഭയങ്കര വിലയില്ലേ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഇപ്പം. എന്നാൽ പിന്നെ ചേർക്കേണ്ടതിനൊക്കെ കുറേശ്ശെ ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. കുറേശ്ശെ ചേർക്കും. കടുകിട്ട് രണ്ട്
വറ്റൽമുളക് മുറിച്ചിടുകയാണ്. അത് 2-3 കരിയാപ്പില. ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ നോക്കി കൊടുക്കണം. അത് കാണിച്ച് തേങ്ങയും എല്ലാം കൂടെ വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.